സലാമത്ത് പഗി. നോ ഇൻട്രോ കാര്യം കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നൂറ ബേബീനെ കൊണ്ട് ഇവിടുത്തെ ഒരു അംഗനവാടിയിൽ പോകട്ടോ. ഇന്തോനേഷ്യയിൽ അംഗനവാടിയിൽ പോവാണ്. ആദ്യത്തെ റൈഡാണ് നൂറാൻ്റെ കാറിലുള്ള ആദ്യത്തെ റൈഡാണ്. ഹലോ നൂറാൻ്റെയും ഇബുവിൻ്റെയും. ഇവിടെ ഇന്തോനേഷ്യയിൽ ഉമ്മാക്കും അമ്മയ്ക്കും ഒക്കെ ഇബു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ റഫ കുഞ്ഞിനെ വിളിക്കുന്നത് കുഞ്ഞ് റഫേനെ വിളിക്കുന്നത് ഇബു എന്നും എന്നെ വിളിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ വാപ്പിന്ന് വന്നു കേട്ടോ. അപ്പോൾ ഇന്തോനേഷ്യ ആൻഡ് ഇന്ത്യൻ ഒരു മലയാളി ടച്ച് വരുത്താന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ വാപ്പീന്ന് ഉമ്മീന്ന്, ഇന്തോനേഷ്യയിലും ഉമ്മീന്ന് വിളിക്കലുണ്ട്. പക്ഷേ റഫയ്ക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഇബു എന്ന് തന്നെ വിളിക്കണമെന്ന്. പക്ഷേ റഫ വിളിക്കുന്നത് ഉമ്മായി വിളിക്കുന്നത് മമ്മാന്നാ. ഭയങ്കര മോഡേൺ ഒക്കെ ആയിട്ടാണ് വിളിക്കുന്നത് കേട്ടോ. നൂറ ബേബീനെ കാറിൽ കയറ്റുന്നതിന് മുന്നേ കാറിൻ്റെ ജനലൊക്കെ തുറന്നിട്ട്, വിൻഡോ ഒക്കെ തുറന്നിട്ട്, ജനൽ മാത്രമല്ല ബാക്കിലത്തെ ഡിക്കിൻ്റെ ഡോറെല്ലാം ഓപ്പൺ ആക്കി വണ്ടീൻ്റെ ഉള്ളിൽ നല്ല ഫ്രഷ് എയർ കയറട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനേ നൂറാൻ്റെ ഈ ക്ലോത്ത് എടുക്കാൻ പോയതാ. റഫ പറഞ്ഞ ഒരു ക്ലോത്തും കൂടി ഇരിക്കട്ടെ ഇൻ കേസ് നൂറാൻ്റെ അപ്പി വല്ലതും അപ്പിക്കഥ തന്നെയല്ലേ ഇപ്പം സ്ഥിരമായിട്ട്. നൂറാൻ്റെ അപ്പി വല്ലതും ഡയപ്പറിൽ നിന്ന് പുറത്ത് ചാടിയാലോ. ഓ ഷീസ് ക്രൈയിങ്. മൗയ പോകാൻ സമ്മതിക്കത്തില്ല പിള്ളേർ. ഹലോ റഫേൻ്റെ കസിൻസാണ് കേട്ടോ ഈ കുട്ടികൾ. ഇവന്മാർക്ക് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. ഓം ഫാറൂഖ് അങ്കിൾ ഫാറൂഖ് എന്ന് പറഞ്ഞാലും മരിക്കും പിള്ളേർ, അത്രയ്ക്കും സ്നേഹമാണ്. അപ്പോൾ അമ്മമാർക്ക് എൻ്റെ കൂടെ വരണം എന്നാണ് പറയുന്നത്. അതിൽ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ് ഈ വരുന്നത് കേട്ടോ. ഒന്നെങ്കിൽ വലിയ ചെരുപ്പ് എടുത്തോളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ചെരുപ്പ് തിരിച്ചിടും കേട്ടോ. കൊച്ചിൻ്റെ പേര് ഗുജേൽ എന്നാണ് കേട്ടോ. ഈ മോളുടെ പേര് ഗുജേൽ എന്നാണ്. ഒരാളുടെ പേര് ബിരു എന്നും ഒരാളുടെ പേര് ബയാനെന്നോ അങ്ങനെ എന്തോ ആണ് മൂന്നാളുടെ പേര്. റഫേൻ്റെ കസിൻസ് എന്ന് പറഞ്ഞത് തെറ്റാട്ടോ. റഫേൻ്റെ കസിൻ്റെ മക്കളാണിത്. റഫേൻ്റെ അതേ പ്രായമുള്ള കസിൻ സിസ്റ്റർ ഉണ്ട്, അവളുടെ 3 മക്കളാണിത് കേട്ടോ. ഒന്നിന് പുറകെ ഒന്നായിട്ട് അവർക്ക് കിട്ടിയ സന്താനങ്ങളാണ് ഇവർ 3 പേരും. ആ കാണുന്നതാണ് കേട്ടോ, ഫസ്റ്റ് കാണുന്ന വീട് കണക്കിരിക്കുന്നതാണ് ഇവിടുത്തെ അംഗനവാടി അല്ല, ശരിക്കും പൊശാന്തു എന്നാണ് ഇവർ പറയുക. അവിടെയാണ് ഈ കൊച്ചുകുട്ടികൾക്കുള്ള എന്താ പറയുക കുറേ കാര്യങ്ങൾ. ഇവിടുന്ന് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക്, ഈ ഒരു ഏരിയയിലുള്ള കുട്ടികൾക്കുള്ള. നമ്മുടെ ഒരു കൺസേൺ ആയിരുന്നു കുറേ പിള്ളേരുണ്ടാവുമെന്ന്. അവിടെ കുറേ കുട്ടികളുണ്ടെങ്കിൽ ആ കൂട്ടത്തിലോട്ട് നമ്മളിങ്ങനെ നൂറ ബേബീനെ കൊണ്ടുപോകാം. എന്തായാലും ഭാഗ്യത്തിന് ഒരു 2, 4, 6 ചെരുപ്പുണ്ടാവും. ആളില്ലാന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു പടം തന്നെ പോകുന്നു അങ്ങോട്ട്. വീട്ടുകാരെല്ലാം കൂടെ ഉള്ള മക്കളെല്ലാം ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. കുറെ പിള്ളേരുണ്ടെങ്കിൽ ആർക്കെങ്കിലും ചെറിയ പനിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് നോക്കേണ്ട കാര്യമില്ല, എന്നാലും ഉള്ളിലൊരു വിഷമം. 3,6. Balik lah siang mak ini nak suntik. Iya. Masih jauh. Enggak didik. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞേട്ടാ. അല്ലേ ആ കാണുന്നതാണ് നമ്മുടെ മൊത്തം പിള്ളേരാ. അവിടെ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ നൂറ പാവം പോലെ ഇരിക്കുന്നു. വീട്ടിൽ കിടന്ന് ഇത്രയും ബഹളം വയ്ക്കുന്ന ആളാണെന്നൊന്നും നാട്ടിലിറങ്ങിയപ്പോഴത്തേക്കും ഒരു അനക്കവും ബഹളമൊന്നും ഇല്ല കേട്ടാ. പാവം പോലെ ഇരിക്കുന്നു. She is very calm. She is at home. She will be like that. When she went there, നമുക്ക് അവിടുന്ന് ഒരു സാധനം കിട്ടിയേട്ടാ. ഇപ്പോൾ കുറേ ആൾക്കാർ വന്നേട്ടാ. നമുക്ക് അവിടുന്ന് എന്തോ ഫുഡ് കിട്ടി. ഇതിവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്ന ആൾക്കാ കുട്ടികൾക്ക്. സ്ഥിരമുള്ള സാധനം നമ്മൾ ഇന്ന് വന്ന് വാങ്ങിച്ചതേ ഉള്ളൂ. നമുക്ക് അവിടുന്ന് ഒരു പഴവും പിന്നെ കുറച്ച് ഒരു എന്താ പറയുക ബ്രെഡും ക്രോയ്സൻറ്റും പിന്നെ ഒരു സാധനം കിട്ടി. നമ്മളെ നാട്ടിലത്തെ പയറ് കഞ്ഞി മാതിരിയുള്ള കുട്ടിക്കുള്ളതാ. പക്ഷെ കുട്ടി അങ്ങനെ കഴിക്കുക. ഹൗ ദ ബേബി ക്യാൻ ഈറ്റ് ദിസ്? ഓ ഇത് അമ്മയ്ക്കുള്ളതാ, റഫയ്ക്കുള്ളതാ. പക്ഷെ ഡാഡിയെ കഴിക്കത്തുള്ളൂ. എല്ലാം ഓക്കെയാണ് കേട്ടോ. കുഞ്ഞിൻ്റെ വളർച്ചയെല്ലാം ഉഷാറാണെന്ന് പറഞ്ഞു. ഞങ്ങളിത് വീട്ടിലോട്ടുള്ള വഴി കഴിഞ്ഞു. എന്നിട്ട് ചുമ്മാ റൗണ്ട് അടിക്കാന്ന്, നൂറാനെ കൊണ്ട് 2 റൗണ്ട് അടിക്കാന്ന് വിചാരിച്ച് താത്ത് വയ്ക്കാം. സൺഷൈഡ് സൺസേ ഹായ്. നമുക്കൊരു കോള് വന്നു കേട്ടോ. നമ്മുടെ വീട്ടിലൊരു കോള് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ പകരാലത്ത് നിന്ന് റഫേൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള പുത്രിയും മേണിയും ആര്യയൊക്കെ നമ്മളെ ബേബീനെ കാണാനായിട്ടും റഫേനെ കാണാനായിട്ടും അവിടെ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പഴയ വീഡിയോസ് കണ്ടവർക്കറിയാം, നമ്മൾ അവിടെ പോയി അവിടെ ഫുള്ള് കറങ്ങിയായിരുന്നു. നമ്മുടെ മൂന്നാർ പോലത്തെ സ്ഥലമായിരുന്നു പകരാലം. അപ്പോൾ അതിൻ്റെ ഓർമ്മകളൊക്കെ അയവിറക്കിക്കൊണ്ടാണ് നമ്മളിനി അവരെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. കുറേ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാണെന്ന് തോന്നുന്നത്. റഫ തന്നെ നൂറാനെ കവർ ചെയ്ത് ശരിക്കും ഒരു അമ്മയായി റഫ. ഇപ്പോൾ റഫേനെ കണ്ടിട്ട് ഒരു അമ്മയായി, എന്നെ കണ്ടിട്ട് ഒരു അച്ഛൻ്റെ ലുക്ക് ഉണ്ടോ ലുക്ക്, ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. എനിക്കൊരു മെച്യൂരിറ്റി ഒക്കെ വന്നെന്ന് എനിക്ക് തോന്നുന്നത്. വന്നിട്ടുണ്ടോ? എൻ്റെ കൂട്ടുകാരി ഇടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഫാറൂഖ് നിൻ്റെ ചിരിന്ന് തമാശയൊക്കെ കുറച്ച് കുറയ്ക്കണം, നീ ഒരു അച്ഛനായിരിക്കുകയാണെന്ന്. അച്ഛനാവുമ്പോൾ ആണല്ലോ ഏറ്റവും കൂടുതൽ ചിരിയും തമാശയും വേണ്ടത് അല്ലേ? കുഞ്ഞിനെ കളിപ്പിക്കണ്ടേ നമുക്ക്?
നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അംഗനവാടിയിലുണ്ടല്ലോ നമ്മൾ നൂറാബീൻ്റെ വെയിറ്റ് ആദ്യം ചെക്ക് ചെയ്ത കേട്ടോ. വെയിറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ പ്രായമുള്ള ഉമ്മുമ്മ ആ ഒരു വെയിങ് സ്കെയിലിൻ്റെ മുകളിൽ ഇങ്ങനെ കൈ വെച്ചേക്കാണ്. അതുകൊണ്ട് കുറച്ച് 100-300 ഗ്രാം അധികം കാണിക്കുന്നുണ്ട്. ഞാൻ ആ താത്താൻ്റെ അടുത്ത് പറഞ്ഞ് ആ കൈ മാറ്റാൻ. അപ്പോൾ ഒരു കൈ മാറ്റിയപ്പം കറക്റ്റ് വെയിറ്റ് കാണിച്ച്. അതിനുശേഷം പിന്നെ നമ്മുടെ നൂറാൻ്റെ ഹൈറ്റ് എനിക്ക് ഒരു പോലീസ് ടെസ്റ്റ് മാതിരിയാണ് കേട്ടോ ഫീൽ ചെയ്തത്. നൂറാനെ എന്താ ഇന്തോനേഷ്യൻ പോലീസിലെടുക്കാൻ പോവാണ്. വെയിറ്റ് ചെക്ക് ചെയ്യുന്നു, ഹൈറ്റ് ചെക്ക് ചെയ്യുന്നു, ജളവും പിന്നെന്താ മസിലും സ്ട്രെങ്തും ബൈസെപ്സും ട്രൈസെപ്സും ഒന്നും ചെക്ക് ചെയ്തില്ല. ചെക്ക് ചെയ്തായിരുന്നെങ്കിൽ രസമായിരുന്നേനെ. അവിടെ ചെന്നപ്പോഴത്തേക്ക് നൂറ തരംഗമായി കേട്ടോ. എല്ലാവരുടെയും നോട്ടപ്പുള്ളിയായി. ഇന്തോനേഷ്യൻ ബേബി എന്ന് പറഞ്ഞ് എല്ലാവർക്കും നൂറ ബേബീനെ കാണണം. നമ്മുടെ പ്രശാന്തൂൽ നമ്മുടെ അംഗനവാടി ഉണ്ടല്ലോ ഹെൽത്ത് സെന്ററിൽ ചെന്നപ്പോൾ എല്ലാവർക്കും നൂറാനെ കാണണം. റഫേന്റെ കൂട്ടുകാരികളും ചോദിക്കുന്നത് കുഞ്ഞ് ഇന്തോനേഷ്യക്കാരി കണക്കിരിക്കുകയാണോ അതോ ഇന്ത്യക്കാരിയെ കണക്കിരിക്കുകയാണോ എന്ന്. ഇപ്പോഴൊന്നും ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. കുഞ്ഞ് വലുതാവട്ടെ. എനിക്ക് തോന്നുന്നത് എന്നെ പോലെ ഇരിക്കുകയാണെന്നാ. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അച്ഛനെ പോലെ ഇരിക്കണം. എനിക്ക് തോന്നുന്നത് റഫേനെ പോലെ ഇരിക്കുകയാണെന്നാ ബേബി. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ഇരിക്കണം. പക്ഷേ അമ്മേൻ്റെ ദേഷ്യവും വാശിയൊന്നും വേണ്ട കേട്ടോ. നമ്മളെ ഗസ്റ്റൊക്കെ വീടിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. നമ്മളെ വേണി ആരെയല്ല വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. പുറത്ത് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും പിള്ളേർ പുറത്ത് നിന്നില്ലേ, അവർ നമ്മൾ വരാൻ വേണ്ടിയിട്ട് പുറത്ത് തന്നെ കാത്തു നിന്ന് കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്ക് വിഷമം വന്നു. ഞാൻ അവരെല്ലാം വിളിച്ച് കാറിനകത്ത് കയറ്റിയിട്ട് ചോദിച്ചു എവിടെ പോകണമെന്ന്. ജപ്പാനിൽ പോകണോ, ചൈനയിൽ പോകണോ, ഇന്ത്യയിൽ പോകണമെന്ന്. ഈ കുട്ടികളെ പിടിച്ച് കാറിലിരുത്തുന്നത് എനിക്ക് വലിയൊരു സംഭവമല്ല, പക്ഷേ അവർക്ക് അതൊരു വലിയ സംഭവമാണ്. എത്ര നാൾ കഴിഞ്ഞാലും അവർ ഓർക്കും. ഓം ഫാറൂഖ് അങ്കിൾ ഫാറൂഖ് വരുമ്പോഴത്തേക്കും കാറിനകത്ത് ഞങ്ങളെ കയറ്റി ഇരുത്തുമായിരുന്നു, ഞങ്ങളെ കാറിലിരുത്തിയിട്ട് എവിടെ പോകണമെന്ന് ചോദിക്കുമായിരുന്നു എന്നൊക്കെ അവയെ മനസ്സിൽ കാണും. എൻ്റെ ചെറുതിലെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. റഫേനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് കുറേ പേര് കയറുന്നുണ്ട്. അയ്യോ 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 ഗുഡ് അത്യാത്തി ബന്ധു കുച്ചേ എപ്പോ വന്നാലുണ്ടല്ലോ ഞാൻ ഈ പിള്ളേരെ ചെരുപ്പിട്ടുണ്ടെങ്കിൽ കയറി. കുഴപ്പമില്ല. mana pergi mau ke mana? Jepang, China, Cemerlang. Aku mau ke pasar malam. Karena aku udah lihat pasar malam ini. Pasar malam. രാത്രി മാർക്കറ്റിൽ പോണോന്ന് അവന്. നിനക്ക് എവിടെ പോണം? ചീന, ജപ്പാൻ. ജപ്പാൻ. ഇവന് ജപ്പാനിൽ പോണം. ഓക്കെ, നിന്നെ പസാർ മാലത്തിൽ കൊണ്ടുപോവാം. ഗുജൽ ഇവിടെ പോണ്ടേ? പോവാം, നമുക്ക് കേരളത്തിൽ പോവാം. ഓക്കെ. തണുക്കുന്നത് തിങ്ങിയുന്ന തണുപ്പെന്ന് കേട്ടാ. പണ്ടുണ്ടല്ലോ എൻ്റെ ചെറുതിലെ വാപ്പിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട് റേഷൻ കടയുള്ള. അപ്പം ഞാൻ അവിടെ പോകുമ്പോഴത്തേക്കും എന്നെ പഞ്ചസാര ചാക്കിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയിട്ട് എൻ്റെ അടുത്ത് പറയും ഈ വാരി തിന്നടാന്ന് പറയും പഞ്ചസാര. ഞാനാണെങ്കിൽ കപ്പെന്ന് പറഞ്ഞ് വാരി തിന്നും കേട്ടാ. വാപ്പി പറയും കുറേ തിന്നല്ലേ, അവസാനം നീ ബാത്റൂമിൽ പോകുമ്പോൾ ബുദ്ധിമുട്ടുന്നു. കാര്യം മീൻസ് ആ ഒരു ഓർമ്മകളൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതാണ് ഞാൻ ഈ പിള്ളേരെ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും റഫേനെയും എല്ലാവരെയും കാണുന്നതിനേക്കാളും മുന്നേ ഈ പിള്ളേർ ഫാറൂഖ് അങ്കിൾ എന്ന് പറഞ്ഞാട്ടോ ഓടി വരുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡോറിനിട്ട് കൊട്ടുന്നുണ്ട് ഈ പിള്ളേർ. ഞാൻ പക്ഷേ ഡോർ തുറക്കുന്നില്ല, ഇപ്പം എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണ്ടേ. എൻ്റെ അടുത്ത ടാസ്ക് ഇവത്തുങ്ങളെല്ലാം സുരക്ഷിതമായിട്ട് വീട്ടിലെത്തണം. ഉള്ളിൽ നിന്നാണെങ്കിൽ വേണിയും ആര്യയൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്, ഫാറൂഖെ വായോ എന്ന്. ഇവത്തുങ്ങളെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിച്ചില്ല എന്നുണ്ടെങ്കിലേ വഴിയിലെങ്ങാനും വീണ് കിടന്നാൽ അവസാനം ഈ പൊതി ഉണ്ടല്ലോ മറ്റേവന് ഞാൻ കൊടുത്തതാണ് കേട്ടോ വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞു. അവനിവിടെ കളഞ്ഞിട്ട് പോയി. വീട്ടില് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതേ ആരാ നോക്കേ, നമ്മുടെ ആര്യയും പുത്രിയും വേണിയും എല്ലാം കൂടെ എത്തിയിട്ടുണ്ട് ഇവിടെ. പുത്രിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പാരീസിൽ നിന്ന് എത്തിയുള്ളൂ. കപ്പാൻ പുലങ് ദാരി പാരീസ്. വെൻ യു കെയിം ബാക്ക് ഫ്രം പാരീസ്? ആര്യക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ. ആ കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ഫാൻസി ഡ്രസ്സാണിത്. ശരിക്കും കോമ്പറ്റീഷൻ ഫാൻസി ഡ്രസ്സ് അല്ല, എന്തോ കോസ്പ്ലേയോ അങ്ങനെ എന്തോ പരിപാടിയാണ്. എനിക്കെന്നെ പറ്റി അറിയില്ല. ചൈനക്കാരുടെ എന്തോ പരിപാടിയാണ്. അതിനകത്ത് എന്തോ ക്യാരക്ടറിൻ്റെ ഈ പവർ റേഞ്ചേഴ്സൊക്കെ മാതിരിയുള്ള എന്തോ ഒരു ക്യാരക്ടറിൻ്റെ വേഷം കെട്ടാണ് ഇവൻ കേട്ടോ. ഞാനോട് പറഞ്ഞു ഇതിൻ്റെയൊക്കെ വല്ല പരിപാടി ഉണ്ടോയെന്ന്. കുറേ ചിലവും പിന്നെ ഇതിനകത്ത് എന്തോ പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ. ഇവന് 17,000 രൂപ എന്തോ പ്രൈസ് കിട്ടും ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ. അവൻ്റെ കൂട്ടുകാരനാണ് അതിൻ്റെ ജഡ്ജ് എന്നൊക്കെയാണ് ആര്യ പറയുന്നത്. ഞാനപ്പോൾ ആര്യ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, നീനെ കണ്ടിട്ട് ഭയങ്കര സുന്ദരിയായിട്ടിരിക്കുന്നത്, ഞാനൊരു ഉമ്മ തരട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കണ്ടിട്ട് ഉമ്മ വയ്ക്കാൻ തോന്നുന്നു ഭയങ്കര സുന്ദരിയായിട്ടുണ്ടെന്ന് കേട്ടോ. അത് ഇടുന്നതിന് മുന്നേ ഇങ്ങനത്തെ സാധനമൊക്കെ തലയിലിട്ടിട്ടാണ് കേട്ടോ ആ വിഗ് ഇടുന്നത്. ഞാനതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. വേണ്ട ഇതിട്ടിട്ടാണ് വേണ്ട വിഗ് ഇവിടെ ഇരിക്കുന്നത്.
ഞങ്ങളിങ്ങനെ കുറേ നേരം ഒന്നിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ ആര്യയും മേണിയും പുത്തിരൊക്കെ നമ്മളോട് ചോദിക്കുമായിരുന്നു, നമ്മളന്ന് വെള്ളച്ചാട്ടത്തിൽ പോയ വീഡിയോ ഫാറൂഖ് ഇതുവരെ യൂട്യൂബിൽ ഇട്ടിട്ടില്ലല്ലോ എന്ന്, എന്താ പറ്റിയെന്ന്. ഇനി എങ്ങനെയാണ് നമ്മൾ എന്നാണ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാമെന്ന്. കാര്യം നൂറ ബേബി കുഞ്ഞല്ലേ, അപ്പം നൂറയൊക്കെ വലുതായി വളർന്ന് ഇനി എന്നാണ് നമ്മൾ ഇനിയും അന്നത്തെ പോലെ റൈഡിനൊക്കെ പോകുമെന്ന്. സലാമത് പാഗി സമന്യ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? സുഖമല്ലേ? ചിലപ്പോൾ വൈകിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന, അങ്ങനെയുള്ളവർക്ക് ഗുഡ് ഈവനിങ്. നമ്മളുള്ളത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇതേ അവിടെ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ ആര്യ, നമ്മുടെ റഫ, വേണി എല്ലാവരും കൂടെ കുക്കിങ്ങിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. നമ്മുടെ ഈ സുന്ദരമായ സ്ഥലത്തുള്ള കുക്കിംഗ് പ്രിപ്പറേഷനാണ്. അവർ വെൽ എക്യുപ്ഡ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. മൗ അയാം കൊരൻ, അത് അയാം സീനി. വേണി കൊണ്ടുവന്ന സാധനങ്ങളാണിത്. ട്യൂസിൻ്റെ ചോറ് ഓൾറെഡി നമ്മളെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് വേണി കുട്ടി നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതാണ്ട് ചോറ് ഓൾറെഡി വേണി കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കാണ്. ഇനി മസക് സുധ അതോ മാവ് മസക്? ഓക്കെ ഓക്കെ. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ബീഫ് ഉണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ. ഇത് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ ആര്യ ഇവിടെയുള്ള നമ്മുടെ എന്താണ് ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ് കേട്ടോ. സീനിയർ ഷെഫ്, അസിസ്റ്റൻറ്റ് ഷെഫ് വെറുതെ കണ്ടു നിൽക്കുകയാണ്. കണ്ടുപോലും നിൽക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ്. നിന്നെ പിടിച്ച് ഞങ്ങൾ ഫ്രൈ ആക്കട്ടെ മോനെ, ഫ്രൈ ആക്കട്ടെ. ഞങ്ങൾ ഫ്രൈ ആക്കണോ? വേണ്ട, വേണ്ടെങ്കിൽ വിട്ടോ, വേഗം വിട്ടോ, രണ്ടുപേരും വിട്ടോ, അല്ലെങ്കിൽ നിന്നെ ഫ്രൈ ആക്കും. കുറേ ചെടികളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ പൂമ്പാറ്റയും എല്ലാ പരിപാടികളും സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ നീന്താൻ പോകുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് അവിടെ. കേട്ടോ ചിപ്സ്, ചോപ്പ് സ്റ്റിക്ക്, ഇതാണ് ഗ്രില്ല് ചെയ്യുന്നത്. കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വേണി കുക്ക് ചെയ്യുന്നത്. ഹൈജീൻ ഭയങ്കരമാണ്. കുറച്ച് ദൂരേക്ക് വയ്ക്കാം. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മൾ ആര്യ പോയത് ഇതെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെന്തായാലും കൊള്ളാം. എൻ്റെ മുടി ഒരുമാതിരി പശു നക്കി കണക്കിരിക്കുന്നുണ്ടോ. ആര്യ അതെടുത്ത് അതിലേക്ക് ഇട്ട് കേട്ടോ. അത് ഒഴുകി പോകരുത്, ഒഴുകി പോയാൽ അതിൻ്റെയും കൂടെ പൈസ നമ്മൾ കൊടുക്കേണ്ടി. വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് കേട്ടോ. അതാണ് ആര്യൻ ഇങ്ങനെ ആര്യ ഊന്ന് കാണിക്കുന്നത് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. ഒച്ച കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല. ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആര്യ നമുക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. ഫുഡ് ഇവിടെ അയ്യോ നല്ല അടിപൊളിയായിരിക്കുന്നുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട് കഴിക്കാൻ. ഗ്രിൽ ഓക്കെ, tapi Korean food ya. അച്ഛൻ അതുപോലെ കഴിഞ്ഞു. ഒരു മാസം തട്ടി മുട്ടി പോകണമെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപ ചിലവ് വരും. ചില മാസം അത് 3-4 ലക്ഷം രൂപ വരെ പോകും. അത് മാസം യാത്ര. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഡ്രസ്സെല്ലാം മാറി. എൻ്റെ തുണി ഇതേ ഈ കവറിനകത്തുണ്ട്. ഇനിയിപ്പോൾ സമയം 3:15. നമ്മൾ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കണം. പിന്നെ മുകളിൽ കുറച്ച് പൂക്കളും കായ്കളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണണം, എന്നിട്ട് പോകണം. അതാണ് നമ്മുടെ നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം കൂടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇതിൻ്റെ വീട്ടുകാർ ഇതേ കണ്ടോ, ആ ഒരു സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ഇവിടെ എന്താ എൻജോയ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് നിസ്കാരം മുടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല വൈബ്രൻറ്റ് കളറായിട്ടുള്ള പൂക്കളുണ്ട് കേട്ടോ. അതെ
മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മഞ്ഞ, ചുമപ്പെന്ന് പറഞ്ഞാൽ പിന്നെ അടിപൊളി ചുമപ്പ്, ഒരു രക്ഷയില്ല. അതിൻ്റെ മുകളിലുള്ള വെള്ളയോ അതും അടിപൊളി വെള്ള. നമുക്കത് പോരല്ല. നമ്മുടെ കൊച്ചുമോളോട് വന്നിട്ടുണ്ട്. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഹലോ bilang assalamualaikum. Bilang assalamualaikum. Bilang. Malu. Jangan malu ya. Gigi. പല്ല് കാണിച്ച ഗിഗി. പുഴിപ്പല്ലി. ഞാൻ എൻ്റെ തൊപ്പി ഇവിടെ ഉണക്കാനിട്ട് കേട്ടാ. മോള് പോയാ ദിമാന? അതെ ആ ഓക്കെ. തല വലുതായോ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ? തൊപ്പി കയറുന്നില്ല. ബൈ ദേ. terima kasih ibu. Assalamualaikum. അവർക്ക് നമ്മൾ ബൈ ഒക്കെ പറഞ്ഞേട്ടാ. അന്നത്തെയും ഇന്നത്തെയും വീഡിയോ ഇപ്പോൾ അവസാനിക്കാണ്. നൂറാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ വീഡിയോ എഡിറ്റ് ചെയ്യാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും സമയം തരുന്നില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തവള ചാടുന്ന കണക്ക് ഞാൻ ചാടി കളിക്കുന്നുണ്ട. നീന്തൽ പഠിക്കണം. ഇത്ര നാളുകൊണ്ട് നടക്കാമെന്നറിയാമോ? നീന്തൽ പഠിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.